ഹലോ ഗൈസ്, അപ്പം ഇതൊരു കുറ്റസമ്മതമാണ്. അതായത് ഞാൻ എന്തൊക്കെ തെറ്റാണ് എൻ്റെ മുൻ റിലേഷനിൽ ചെയ്തിട്ടുള്ളത് എന്നൊരു ആ, കുറ്റസമ്മതമാണ് ഞാൻ ഈ വീഡിയോയിൽ നടത്തുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തെങ്കിലും കുൽസിത പ്രവർത്തികൾ നടത്തിയെന്ന്. ഒരിക്കലുമല്ല, അങ്ങനത്തെ മ്ലേച്ഛകരമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ അതിലും തീവ്രതയുള്ള ചില മിസ്റ്റേക്സ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് അങ്ങനെയുള്ള മിസ്റ്റേക്സ് നിങ്ങൾ ഇപ്പോഴുള്ള നിങ്ങളുടെ കറണ്ട് റിലേഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ റിലേഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനും അതിതീവ്രമായി ആഗ്രഹിക്കുന്നു. സോ നമുക്ക് മിസ്റ്റേക്സിലോട്ട് പോകാം. ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും എന്നെ വെറുക്കരുത് ദയവ് ചെയ്ത്. ഞാൻ ചെയ്ത തെറ്റുകളാണ്, ഞാൻ ഏറ്റു സമ്മതിക്കുകയാണ്. സോ ലെറ്റ്സ് ഗോ ടു മിസ്റ്റേക്ക് നമ്പർ 1. സമയം. സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും വിലപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. സമയം പെട്ടെന്ന് പോകും. സമയം കൊണ്ടെല്ലാം ശരിയാവും എന്ന് എല്ലാവരും പറയും. സമയം എടുക്കും, ശരിയാവും. ചില കാര്യങ്ങൾ സമയമെടുത്ത് ശരിയാവും. അതായത് നമുക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ സമയമെടുത്ത് റെഡിയാവും. പക്ഷെ വേറെ ചില കാര്യങ്ങൾ സമയം കൊണ്ട് റെഡിയാവാത്ത ചില കാര്യങ്ങളുണ്ട്. ചിലരുടെ സ്വഭാവങ്ങൾ സമയമെടുത്ത് ഇന്ന് ശരിയാവും, നാളെ ശരിയാവും, മറ്റന്നാൾ ശരിയാവും, ഒരു യുഗം കഴിഞ്ഞ് ശരിയാവും. നെവർ, ഒരിക്കലും ശരിയാവത്തില്ല. വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടേ ഒരാളുടെ സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ സമയം പോകും എന്നല്ലാണ്ട് അതിൽ നിന്ന് ഒരു നേട്ടം ഉണ്ടാകത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഒരുപാട് സമയം ഞാൻ കളഞ്ഞു. ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് ശരിയാവുമായിരിക്കും, ശരിയാവത്തില്ല. അത് എനിക്ക് അറിവ് എൻ്റെ തലയിൽ ഇവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഹാർട്ട് എന്നുള്ളൊരു സാധനം, ആ ഒരു വികാര ജീവി അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. സോ നമ്മളിങ്ങനെ നിൽക്കും, ശരിയാവുമായിരിക്കും, ശരിയാവത്തില്ല. ആൻഡ് ഐ വേസ്റ്റഡ് എ ലോട്ട് ഓഫ് മൈ ടൈം. ദിവസങ്ങളല്ല, മാസങ്ങളല്ല, കുറച്ചധികം ടൈം ഞാൻ കളഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ വളരെയധികം ഖേദിക്കുന്നു. ആ സമയം കൊണ്ട് എനിക്ക് എവിടെയെങ്കിലും എത്തിച്ചേരായിരുന്നു. ആ ഒരു നിങ്ങൾ ഈ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, വീട്ടിൽ വല്ല വാഴയും നടായിരുന്നു ആ സമയം കൊണ്ട്. അങ്ങനെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. സോ ഐ വേസ്റ്റഡ് എ ലോട്ട് ഓഫ് ടൈം. അപ്പം നിങ്ങൾ ഒരാൾ റെഡിയാവുമെന്ന് വിചാരിച്ച് നിങ്ങൾ സമയമെടുത്ത് നിങ്ങളുടെ സമയം കളയരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. സെക്കൻഡ് മിസ്റ്റേക്ക്, ഇതൊക്കെ ഞാൻ എൻ്റെ ജേർണലിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് നിങ്ങൾ ജേർണൽ എഴുതണമെന്ന്. സോ എൻ്റെ മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ ഞാൻ ജേർണലിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സെൽഫ് റെസ്പെക്റ്റ്. നമ്മളെല്ലാം വീഡിയോയിലൊക്കെ വന്നിട്ട് ഡയലോഗ് അടിച്ച് പറയും, സെൽഫ് റെസ്പെക്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, യു ഷുഡ് ഫൈറ്റ് ഫോർ യുവർ സെൽഫ് റെസ്പെക്റ്റ്. എവിടെന്ന് അയ്യോ, സെൽഫ് റെസ്പെക്റ്റ് എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു ചെരുപ്പെടുത്ത് എന്നെ തന്നെ തല്ലാൻ തോന്നുന്നുണ്ട്. കാരണം സെൽഫ് റെസ്പെക്റ്റ് എന്നൊരു സാധനം എൻ്റെ അയൽവക്കത്തൂടെ പോലും പോയിട്ടില്ല. ഐ എം വെരി പ്രൗഡ്. ഞാൻ എന്ത് ഇതായിട്ടല്ല നിങ്ങളുടെ അടുത്ത് വന്ന് ഇതിൽ പറയുന്നത്. കാരണം സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞ് അത് ഭൂമിയുടെ അടിയിലോട്ട് കുഴിഞ്ഞു പോയി. ആ ഒരു നിലയിലാണ് ഞാൻ ആ റിലേഷൻ നിന്നത്. അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് എന്നെ പിടിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ തോന്നുന്നുണ്ട്. സോ ഒരുപാട് സെൽഫ് റെസ്പെക്റ്റ് വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു മിനിമം സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾക്ക് ഒരു റിലേഷനിൽ ആവശ്യമാണ്. അതില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളതിൽ നിൽക്കരുത്, പ്ലീസ്. മൂന്നാമത്തെ കാര്യം, ബ്ലെയിം. ബ്ലെയിം എന്ന് വെച്ചാൽ അവർ ചെയ്ത തെറ്റിന് നിങ്ങളെ കുറ്റപ്പെടുത്തുക. അവർ ചെയ്ത തെറ്റ് വേറെ ആൾക്കാർ ചെയ്ത്, അവരുടെ വേറെ ആൾക്കാർ ചെയ്ത്, ഇതിൻ്റെ ഒക്കെ തെറ്റ്, ഇതിൻ്റെ ഒക്കെ കുറ്റം നമ്മുടെ തലയിലോട്ട് വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ. പക്ഷെ നമ്മളതിന് പ്രതികരിക്കത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് ആളെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയാലും നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ട് കേട്ടോണ്ടിരിക്കും. കാരണം നമ്മളൊരു മണ്ടിയാണല്ലോ, അല്ലെങ്കിൽ മണ്ടനാണല്ലോ. സോ നമ്മളിങ്ങനെ ഇരിക്കും. കുഴപ്പമില്ല, ഞാൻ ഏറ്റെടുത്തു, ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ ചെയ്യാത്ത തെറ്റ് നിങ്ങൾ ഏറ്റെടുക്കരുത്. ലെസൺ നമ്പർ 3. അടുത്തത്, വെർബൽ അബ്യൂസ്. എടീ മ്ലേച്ഛം. എന്തിന്? ഞാൻ കേട്ടിട്ടുണ്ട്, സ്നേഹമുള്ളിടത്ത് നമ്മൾ കുറച്ച് ആൾക്കാരെ നമ്മൾ സ്നേഹപൂർവ്വം ചില വാക്കുകളൊക്കെ വിളിക്കും. അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യരുത് കേട്ടോ. വെർബൽ അബ്യൂസ് എന്ന് വെച്ചാൽ വളരെ മ്ലേച്ഛകരമായ ഒരു കാര്യമാണ്. അത് നിങ്ങൾ ഒരിക്കലും സഹിക്കേണ്ട ആവശ്യമില്ല. ഈവൻ ഒരു ഒച്ച കൂട്ടി, ഒരു പരിധിയിൽ കൂടുതൽ ഒച്ച കൂട്ടി പോലും നിങ്ങളത് കേൾക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഈ വെർബൽ അബ്യൂസ് കേട്ടോണ്ടിരിക്കുമ്പം അത് ഞാൻ എത്രത്തോളം അതിനെതിരെ പ്രതികരിക്കാണ്ടിരുന്നോ അതിൻ്റെ അളവ് കൂടിക്കൊണ്ടിരുന്നു എന്നാണ് എനിക്ക് അതിൽ നിന്നിപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഞാൻ സൈലൻ്റ് ആയതുകൊണ്ട് ഞാൻ കുറേ കാര്യം സഹിക്കേണ്ടി വന്നു. അങ്ങനെ ഒരിക്കലും നിങ്ങൾ സഹിക്കരുത്, മനസ്സിലായോ? വെർബൽ അബ്യൂസസ് ഭയങ്കര
വൃത്തിയായിട്ട ഒരു കാര്യമാണ്. അത് നിങ്ങൾ സഹിക്കേണ്ട ഒരു കാര്യവും ഇല്ല. പിന്നെ എന്താണ്, ചില പ്രത്യേക സാഹചര്യത്തിൽ ആൾക്കാർ വെർബൽ അബ്യൂസ് ചെയ്തിട്ട് അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ, എനിക്ക് തെറ്റുപറ്റി പോയതാ, ഞാൻ ഇനി അങ്ങനെ പറയത്തില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ ഓർത്തോ, നിങ്ങൾ നിങ്ങളുടെ റിലേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അവർ പിന്നെയും പറഞ്ഞിട്ടില്ലേ? അതങ്ങനെയാണ്. പറയില്ല ചെയ്യില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താണ്? ഫസ്റ്റ് ലെസൺ, അവരുടെ സ്വഭാവം അങ്ങനെയാണ്. സോ അവർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സമയം കളയേണ്ട ആവശ്യമില്ല. പിന്നെയാണ് മെയിൻ ഘടകത്തിലോട്ട് നമ്മൾ വരുന്നത്, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ചീറ്റിംഗ്. വേറെ റിലേഷൻ, സെക്സ്റ്റിംഗ്, ചാറ്റിംഗ്, ഡേറ്റിംഗ് ആപ്പ്, ബംബിൾ, ടിൻഡർ, അരികെ, അവിടെ, ഇവിടെ, ഒരു ലോഡ് ഡേറ്റിംഗ് ആപ്സും ഒരു ലോഡ് ചാറ്റും. കുഴപ്പമില്ലല്ലേ? സഹിക്കാം നമുക്ക്. എന്തുകൊണ്ട് സഹിച്ചു? അവർ ശരിയാവുമായിരിക്കും, മാറുമായിരിക്കും. മാറിയോ? മാറത്തില്ല. എത്രത്തോളം ഞാൻ മിണ്ടാണ്ടിരുന്നോ, ഫോണിൽ ഡേറ്റിംഗ് ആപ്സിൻ്റെ എണ്ണം കൂടുന്നതല്ലാണ്ട് അത് കുറയാൻ പോകുന്നില്ല. അത് കുറഞ്ഞിട്ടും ഇല്ല. അതാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായത്. അതുകൊണ്ട് എനി കൈൻഡ് ഓഫ് ചീറ്റിംഗ് എത്ര നിങ്ങളത് റെഡിയാവുമെന്ന് വിചാരിച്ചാലും അത് റെഡിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് അവരുടെ ക്യാരക്ടറാണ്. സോ ഞാനിപ്പോൾ എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് എന്നോട് തന്നെ ഒരു ഇത് തോന്നുക. എനിക്കറിയത്തില്ല, ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ദാറ്റ് ഫീലിംഗ്. ബട്ട് ദെൻ ഞാൻ എങ്ങനെ അത് സഹിച്ചു? ലൈക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ, എനിക്കറിയാം ഹീസ് ചീറ്റിംഗ്, എന്നിട്ടും ഞാനത് എങ്ങനെയോ അക്സെപ്റ്റ് ചെയ്ത് ഞാൻ ആ പെയിൻ എടുത്തു എന്ന് ആലോചിക്കുമ്പോൾ വൈ ഡിഡ് ഐ ടേക്ക് ദാറ്റ് പെയിൻ? വേറൊരാൾ ചെയ്ത മിസ്റ്റേക്കിന് ഞാൻ ആ വേദന സഹിച്ച് നിന്നു. ആസ് എഫ് ഐ ഡിഡ് എ മിസ്റ്റേക്ക്. ഓ മൈ ഗോഡ്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും നിൽക്കരുത്. ഇഫ് ദ അതർ പേഴ്സൺ ഇസ് ചീറ്റിംഗ് യു, കൺഫ്രണ്ട് ചെയ്യുക. അതായത് അതിനെപ്പറ്റി ചോദിക്കുക. ഞാൻ ചോദിക്കുന്ന ലെവൽ പോലും എനിക്ക് ആലോചിക്കാൻ പറ്റുന്നത്. ഞാൻ മറ്റേ നമ്മൾ ഈ പൈസ കൊടുത്തിട്ട്, ഈ നമ്മൾ കടം ഒരാൾക്ക് കൊടുത്തിട്ട് നമ്മൾ ചോദിക്കത്തില്ലേ, എടാ പൈസ ഒന്ന് തിരിച്ച് തരുമോ എന്ന് ചില ആൾക്കാർ ചോദിക്കത്തില്ല. അതുപോലെയാണ് എന്നെ എന്തിനാ പറ്റിച്ചേ എന്ന് വളരെ ഒച്ച കുറച്ച് വളരെ ഈ രീതിയിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന്. ആസ് ഇഫ് ഐ ഡിഡ് എ മിസ്റ്റേക്ക്. എൻ്റെ പൊന്നെ, അങ്ങനെയൊന്നും നിങ്ങൾ ഒരിക്കലും നിൽക്കരുത് കേട്ടോ. ഇഫ് എ പേഴ്സൺ ചീറ്റ്സ് യു ഇൻ എനി വേ, ഓടിക്കോ. അതെനിക്ക് പറയുള്ളൂ. ഇതൊക്കെ ഞാൻ ഇപ്പോൾ പഠിച്ച കാര്യങ്ങളാണ്. സോ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും നിങ്ങൾ പഠിക്കണം. ഇങ്ങനെയുള്ളവരൊന്നും ഒരു കാലത്തും നേരെ ആവത്തില്ല. പിന്നെ ദിസ് ഈസ് ദ വേഴ്സ്റ്റ് പാർട്ട്. ഓക്കെ, ഫിസിക്കൽ അബ്യൂസ്. അടി, ഇടി, തൊഴി, ചവിട്ട്. കൊന്നില്ല, കുത്തിയില്ല. കൊല്ലാത്തോണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് അത് മാത്രം ചെയ്തില്ല എന്ന് വെച്ച് അടിച്ചതും ഇടിച്ചതും ഒക്കെ ഓക്കെ ആണെന്നാണോ? ഒരിക്കലും അല്ല. നമ്മൾ കുറേ പേര് പറയുന്ന കേട്ടിട്ടുണ്ടാവും, ഈ അടിക്കുന്നൊക്കെ നമുക്ക് സ്നേഹമുള്ളിടത്തെ തല്ലുണ്ടാവുള്ളൂ. എവിടെ? അത് വാക്കാലുള്ള സ്നേഹമായിരിക്കും. ലൈക്ക് വാക്കാലം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാം, ഇങ്ങനെ പ്രശ്നം വരാം. പക്ഷെ ഒരിക്കലും നമ്മളൊരാൾ തല്ലിയിട്ട് അത് നമ്മൾ സ്നേഹമാണെന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ അവർക്കത് പറ്റിപ്പോയതാണെന്ന് വിചാരിക്കരുത്. നമ്മളെ തല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് സ്നേഹമുള്ളൊരു സാധനത്തിനെ നമുക്കൊരിക്കലും ഉപദ്രവിക്കാൻ തോന്നത്തില്ല. അത് വാട്ട് എവർ ഇറ്റ് ഇസ്, ലൈക്ക് എ പ്ലാന്റ്, എന്ത് ഇഷ്ടമുള്ളൊരു കാര്യമാണെങ്കിലും നമുക്ക് സ്നേഹമുള്ളൊരു സാധനത്തിന് നമ്മൾ പിടിച്ച് അടിച്ചിട്ട് എനിക്ക് പക്ഷെ നിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. സോ ഐ അണ്ടർസ്റ്റുഡ് വൺ തിങ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് നമ്മൾ ഒരിക്കലും നോവിക്കില്ല. അതിപ്പം ഫിസിക്കലി എന്നല്ല, വെർബലി പോലും നമുക്കൊരു പരിധിയുണ്ട് ഒരാളെ വിഷമിപ്പിക്കുന്നതിന്. ഓക്കെ, ദേഷ്യം വരുമ്പോൾ ആൾക്കാർ പലതും പറയും. പക്ഷെ ദേഷ്യത്തിൻ്റെ ഉപരി ദർ ഇസ് എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹേർട്ട്. മനസ്സിലായോ? വെരി സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരാൾക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ട് അവർ നമ്മളോട് ചോദിക്കുകയാണ്, നിന്നോട് ഞാൻ പറഞ്ഞതൊക്കെ എനിക്ക് വേണ്ടി ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്കൊരു കുത്തലുണ്ടാവും ഇവിടെ. ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള, ഇവർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്രയും സഹിച്ചതും ചെയ്തതെന്നും ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മളെ പിടിച്ച് ഭിത്തിയിൽ ഉരയ്ക്കാൻ തോന്നും. ചെയ്യരുത്, ഞാൻ പറഞ്ഞതാണ്. അങ്ങനെയാണ് ഇൻസിഡൻസ് വരുന്നത്. സോ ഫിസിക്കൽ അബ്യൂസ് ഇസ് വെരി ബാഡ് ഇൻ എ റിലേഷൻ. ഏറ്റവും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ നിങ്ങളൊരു റിലേഷനിൽ നിൽക്കുന്നുണ്ട്, ഓക്കെ, ആ ആളിന് ഇനി ഒരു തവണ നിങ്ങൾക്ക് തല്ല് കിട്ടിയിട്ടും ഇനി തല്ലില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് തല്ല് കിട്ടിയില്ലേ? തല്ലത്തില്ല എന്ന് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടോ, എന്നിട്ട് നിങ്ങൾക്ക് തല്ല് കിട്ടിയില്ലേ? കിട്ടിയിട്ടുണ്ട്, ഒബ്വിയസ്ലി. അത് മാറാൻ പോകുന്നില്ല.
സോ ഫിസിക്കൽ അബ്യൂസ് ഉണ്ടെങ്കിൽ റിലേഷനിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങുക. അത് റെഡി ആവത്തില്ല മക്കളെ. അതെനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഇത്രയും നാളും സഹിച്ച എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഒരിക്കലും റെഡി ആവത്തില്ല. ആൻഡ് ഓൾസോ ഇപ്പം ഞാൻ ജിമ്മിലൊക്കെ പോയി തുടങ്ങി കേട്ടോ. ഇനി എന്നെ തൊട്ട് നോക്കാറില്ലും കാണിച്ചത് ഞാൻ വെറുതെ ജിം ഫ്ലെക്സിങ് 3 ദിവസമായുള്ളൂ. ബട്ട് ഐ എം ടെല്ലിങ് ഇൻ മൈ ഫ്യൂച്ചർ എന്നെ ഒരു മനുഷ്യന് തൊടാൻ പറ്റത്തില്ല. ആ ലെവലിൽ ഞാൻ ആക്കും എന്നെ. പിന്നെ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഏത് ലെവലിൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ കുറേ മാനിപ്പുലേഷന് നിന്ന് കൊടുത്തു. അതായത് എനിക്കറിയാം ഇത് മാനിപ്പുലേഷൻ ആണെന്ന് അറിഞ്ഞിട്ടൂടെ എൻ്റെ ബ്രെയിനിൽ എനിക്കറിയാം, ഓക്കെ ദിസ് പേഴ്സൺ ഈസ് മാനിപ്പുലേറ്റിംഗ് മീ. അതറിഞ്ഞിട്ട് കൂടെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കൊടുത്തു. എന്താല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഇരുന്ന് കൊടുക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ എനിക്കറിയാം. ലൈക്ക് വെൻ ഐ ഡിഡ് ദ വീഡിയോ, a lot of people texted me, എനിക്കറിയാം ഹീസ് ചീറ്റിംഗ് മീ അല്ലെങ്കിൽ ഷീ ഈസ് ചീറ്റിംഗ് മീ, ബട്ട് സ്റ്റിൽ ഞാൻ ഇങ്ങനെ നിൽക്കുവാണ്, എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ഞാൻ എന്താ ചെയ്യണ്ടേ. എനിക്ക് മനസ്സിലാവാതെ നിങ്ങൾ എന്തിനാ അങ്ങനെ നിൽക്കുന്നത്? നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് എന്തിനാണ് നിങ്ങൾ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം അങ്ങനെ നിങ്ങൾ നിൽക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അതിൻ്റെ ഒരു ആവശ്യം ഞാൻ കാണുന്നില്ല. സോ എൻ്റെ ബ്രെയിനിൽ അവർ പറയുന്ന മാനിപ്പുലേഷന് ഞാൻ വീണ് കൊടുത്തു. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഹീസ് ഇപ്പം എൻ്റെ പാർട്ട്ണർ തൊട്ടടുത്ത് എൻ്റെ ഇരിക്കുന്നു, ആൻഡ് ഐ നോ ഹീസ് ടെക്സ്റ്റിങ് അതർ ഗേൾസ്. ഐ നോ ഞാൻ അറിഞ്ഞിട്ടും അവൻ പറയുവാണ്, ഓക്കെ ഞാൻ ചാറ്റ് ചെയ്യുമല്ല, ഞാൻ വേറൊരു കാര്യം പറയുന്നതാണ്, വേറെ എന്തെങ്കിലും കാര്യം സംസാരിച്ചതാണ്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്, പെങ്ങളാണ്, മറ്റതാണ് മറിച്ചാണ്. ബട്ട് ഐ നോ ഡീപ്പ് ഇൻസൈഡ് ഹീസ് ചീറ്റിംഗ്. പക്ഷെ എന്നാലും എൻ്റെ ബ്രെയിനിനെ ഞാൻ ഫോഴ്സ് ചെയ്ത് വിശ്വസിപ്പിച്ചു, ഇല്ല ആ ആൾ പറയുന്നതാണ് ശരി, ആൾ പറയുന്നത് ശരിയായിട്ട് ഞാൻ ഫോഴ്സ് ചെയ്ത് എൻ്റെ ബ്രെയിനിനെ അങ്ങനെ ഫീഡ് ചെയ്ത് ഞാൻ അങ്ങനെ വെച്ച് കുറേ നാൾ കൊണ്ടുപോയിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഇഫ് യു ആർ സോ ഷുവർ അപ്പുറത്തിരിക്കുന്ന ആൾ നിങ്ങളെ പറ്റിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളതിന് നിൽക്കരുത് പ്ലീസ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില കാര്യത്തിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ, ചില കാര്യങ്ങൾ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി കേട്ടാൽ നമുക്ക് തോന്നും, ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന് നമുക്ക് തോന്നും. കാരണം ഇനി ഉണ്ടാകത്തില്ല, ഇത് അവസാനമായിട്ടാണ്, അതാണ്, ഇത് മറ്റതാണ്. ബട്ട് യു നോ, ഇത് നിങ്ങളൊരു 100ാമത്തെ വട്ടമായിരിക്കും കേൾക്കുന്നത്. ഇനി ഉണ്ടാവില്ല, ഇനി ഇത് ആവർത്തിക്കില്ല. നിങ്ങൾക്കറിയാം ഇത് ഇനി ഉണ്ടാവുമെന്ന്. യുവർ ഹാർട്ട് നോസ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ബട്ട് സ്റ്റിൽ യു ചൂസ് ടു സ്റ്റേ. വൈ? നിങ്ങൾക്ക് അവരെ അത്ര ഇഷ്ടമാണ്. ഐ അണ്ടർസ്റ്റാൻഡ്, ഐ ഗെറ്റ് ഇറ്റ്, ബിക്കോസ് ഐ ഹാവ് ബീൻ ഇൻ ദാറ്റ് പൊസിഷൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ബട്ട് വാട്ട് ഐ വുഡ് സേ യെസ്, അങ്ങനെ നിങ്ങൾ നിന്നിട്ട് ശരിക്കും കാര്യമുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ലോകത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എന്നിട്ട് നിങ്ങൾ ഒരാളുടെ പുറകെ എങ്ങനെ അള്ളിപ്പിടിച്ച് അവരെ റെഡിയാവും, അല്ലെങ്കിൽ അവരെ ശരിയാക്കാം, ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, ഞാൻ ഇതിൽ നിന്നില്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല, നിങ്ങൾ ആലോചിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതിൽ കാര്യമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. സോ എവറി കൈൻഡ് ഓഫ് നെഗറ്റിവിറ്റി യു ഗെറ്റ് ഫ്രം ദ അതർ പേഴ്സൺ, അത് നിങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ആ റിലേഷനിൽ നിന്ന് പുറത്ത് വരണമെന്ന് ഐ റിയലി ഹോപ്പ്. ആരാണേലും I never want anybody to go through pain in a relation. എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. ഓക്കെ, അത് ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇറ്റ്സ് ലൈക്ക് എ ബ്ലെസ്സിങ്. അതൊരിക്കലും നിങ്ങൾക്ക് പെയിൻ അല്ലെങ്കിൽ ട്രോമ തരേണ്ട ഒരു കാര്യമല്ല. ഓക്കെ, റിലേഷൻഷിപ്സ് ആകുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ്സ്, ആർഗ്യുമെൻറ്റ്സ് എല്ലാം ഉണ്ടാവും. അതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു പരിധി കൂടുതൽ ഇഫ് ഇറ്റ്സ് മെൻ്റലി ട്രോമറ്റൈസിങ് യു, അതിനെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അതിനൊരു ഇഷ്ടം എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. സോ ഇഫ് ഇറ്റ്സ് എ ട്രോമ ബോണ്ട്, ഇഫ് ഇറ്റ്സ് പെയിൻ ഫോർ യു, അതായത് നിങ്ങൾക്ക് ഓപ്പോസിറ്റിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് സന്തോഷത്തിലും കൂടുതൽ വേദന കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആ റിലേഷനിൽ നിന്ന് പുറത്ത് വരണം. ആൻഡ് ഐ നോ ഇറ്റ് ഈസ് ഗോയിങ് ടു പെയിൻ എ ലോട്ട്. ഞാൻ ഒരിക്കലും പറയത്തില്ല പെട്ടെന്ന് നിങ്ങൾക്ക് മറുകണ്ടം ചാടി ഇപ്പുറത്തെ ലെവലിൽ എത്താമെന്ന് ഞാൻ പറയത്തില്ല. ഒരുപാട് വിഷമം ഉണ്ടാവും, ഒരുപാട് സഹിക്കേണ്ടി വരും, ഒരുപാട് കരയേണ്ടി വരും, ഒരുപാട് ഓർമ്മകൾ വരും, എല്ലാം വരും. എനിക്ക് മനസ്സിലാവും.
പക്ഷേ ഇതിൻ്റെ അപ്പുറം നിങ്ങൾ അവിടെ ഇരുന്നാൽ വേദനിക്കേണ്ടി വരും. ആ ഒരൊറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആൻഡ് ഐ റിയലി ഹോപ്പ് യു ക്യാൻ കം ഔട്ട് ഓഫ് യുവർ ട്രോമ. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്ക് റിലേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡിൽ നിങ്ങൾ ജീവിച്ചാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അതായത് നിങ്ങൾ റിലേഷൻ ആവണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒരു വൃത്തിയായിട്ട റിലേഷനിൽ ഇരിക്കുന്നതിലും എത്രയോ ഭേദമാണ് നിങ്ങൾ ഒറ്റയ്ക്ക് വിഷമിച്ചോ, പ്രശ്നമില്ല, പക്ഷേ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് അതിലും അടിപൊളിയൊരു കാര്യമാണ്. ആൻഡ് യു ഷുഡ് ബി സ്ട്രോങ് ഇനഫ് ടു ഫേസ് എനിത്തിങ് ഇൻ ലൈഫ്. നിങ്ങൾ എന്തും ഇതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുക, അതായത് ഇത്രയും ട്രോമറ്റൈസ് ചെയ്ത് നിങ്ങൾ ഒരാളുടെ കൂടെ ജീവിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുക, അതിലും കൂടുതൽ സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാനില്ല. യു ആർ വെരി ബ്ലെസ്ഡ്, യു ആർ വെരി ലക്കി, and I am very, very proud of you. So virtual hugs to everybody who comes out of a traumatic relation and who is trying to come out of a traumatic relation. My hugs and prayers. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.